ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് BNS പഠിച്ചാലോ നമുക്ക്. ഭാരതീയ ന്യായ സംഹിതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജനറൽ എക്സെപ്ഷൻസ് എന്നുള്ളത്. നമ്മുടെ ഇന്റേണലിലും യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ഏത് യൂണിവേഴ്സിറ്റിയുടെ പേപ്പറിൽ ക്രൈംസ് പേപ്പറിൽ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ജനറൽ എക്സെപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ ജനറൽ എക്സെപ്ഷൻസ് നമുക്ക് ഇന്ന് പഠിക്കാം നമുക്ക്. അപ്പോൾ ഈ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്, വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ഞാനൊരു 3-4 പാർട്ടുകളായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ പാർട്ട് 1 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം എന്താണ് ഈ ജനറൽ എക്സെപ്ഷൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം what is a crime. ഒരു ക്രൈം എന്താണ്? വാട്ട് ഈസ് എ ക്രൈം? എ ക്രൈം ഈസ് ആൻ ആക്ട് ഓർ ഒമിഷൻ പ്രൊഹിബിറ്റഡ് ബൈ ലോ. നിയമം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രൈം എന്ന് പറയുന്നത്. ക്രൈം ഈസ് ആൻ ആക്ട് പ്രൊഹിബിറ്റഡ് ബൈ ലോ. ഇപ്പം ഞാൻ ഒരാളെ പോയി അടിക്കുന്നു, ഓക്കെ, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു? അയാളുടെ തല പൊട്ടുന്നു. സോ ഐ ഹാവ് കമ്മിറ്റഡ് ഹർട്ട്. ഞാൻ എന്ത് ചെയ്തു? ഹർട്ട് ചെയ്തു. ഓക്കെ, ഹർട്ട് ഈസ് ആൻ ആക്ട് പ്രൊഹിബിറ്റഡ് ബൈ ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ അവിടെ ക്രൈം ചെയ്തു, ഇല്ലേ? ഞാൻ ക്രൈം ചെയ്താൽ എന്താണ്? ഐ ആം ലയബിൾ ടു ബി പണിഷ്ഡ്. ക്രൈം ചെയ്താൽ നമ്മൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? പണിഷ്മെൻറ്റ് കിട്ടും. നമുക്ക് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും എന്ന് പറയുന്ന പോലെ ക്രൈം ചെയ്താൽ എന്തായാലും പണിഷ്മെൻറ്റ് ചെയ്യും. ഈ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആക്ടിവിറ്റി, അതൊരു ക്രൈമാണ്. ഒരു ആക്ടിവിറ്റി അതൊരു ക്രൈമാണ്. പക്ഷേ ചില സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്, ചില പ്രത്യേക ഒരു എന്താ പറയുക, ജനറൽ എക്സെപ്ഷൻസിൻ്റെ ഒരു ഭാഗത്ത് വരുന്നതുകൊണ്ട് അതൊരു ക്രൈമല്ല. അതായത് ജനറൽ എക്സെപ്ഷൻസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അതൊരു ക്രൈം ആയിട്ട് നിലനിൽക്കുക. അതാണ് എക്സെപ്ഷൻസ്. ആ വാക്കിലുണ്ട് എക്സെപ്ഷൻസ്. അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ബട്ട് ക്യാൻ ബി എക്സെപ്റ്റഡ്, ഒഴിവാക്കി കൊടുക്കാം. അതാണ് ജനറൽ എക്സെപ്ഷൻ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ വീട് ഒരു ഹൗസിംഗ് കോളനിയിലാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട് നിന്ന് കത്തുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത് എൻ്റെ വീട് ഇതിനോട് തൊട്ട് ചേർന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ വീട്ടിൽ നിന്ന് തീ എൻ്റെ വീട്ടിലേക്ക് പടർന്ന് പിടിക്കാൻ ഗ്രേറ്റർ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു JCB പിടിച്ച് ആ കത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അയൽക്കാരൻ്റെ വീട് ഇടിച്ച് പൊളിച്ചു. ഓക്കെ, ഞാൻ അവിടെ ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഇല്ലേ? വേറൊരാളുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്ന് പറഞ്ഞാണ് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? ബട്ട് ഇറ്റ് കംസ് അണ്ടർ ജനറൽ എക്സെപ്ഷൻ. ഞാൻ അവിടെ യാതൊരുവിധ ക്രിമിനൽ ഇൻറ്റൻഷനും ഇല്ല അവിടെ, ഇല്ലേ? അയാളുടെ പ്രോപ്പർട്ടി നശിപ്പിക്കണമെന്ന് എനിക്കൊരു യാതൊരുവിധ ക്രിമിനൽ ഇൻറ്റൻഷനും ഇല്ല. എൻ്റെ വീട്ടിലേക്ക് ആ തീ പടർന്ന് വരുമെന്നുള്ള എൻ്റെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തത്. സോ അവിടെ ഞാൻ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റി അല്ല. ഞാൻ അയാളുടെ പ്രോപ്പർട്ടി നശിപ്പിച്ചെങ്കിൽ ഞാൻ അവിടെ ക്രിമിനൽ ആക്ടിവിറ്റി അല്ല ചെയ്തത്. സോ അതാണ് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റി അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, പക്ഷേ കുറച്ച് സ്പെസിഫിക് സർക്കംസ്റ്റാൻസസും അത് നമ്മുടെ ജനറൽ എക്സെപ്ഷൻസിൽ പറയുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാറ്റഗറി വരുന്നതുകൊണ്ട് അതൊരു ക്രിമിനൽ ആക്റ്റായിട്ട് വരില്ല. അതാണ് ഈ ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ക്രിമിനൽ ആക്റ്റ് ആണ്, പക്ഷേ എന്ത് ചെയ്യുക? അവിടെ ക്രിമിനൽ ലയബിലിറ്റി ചില സ്പെസിഫിക് സർക്കംസ്റ്റാൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക അയാളെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ BNSൻ്റെ ചാപ്റ്റർ 3 സെക്ഷൻസ് 14 മുതൽ 44 വരെയാണ് ഈ ജനറൽ എക്സെപ്ഷൻസിനെ പറ്റി പറയുന്നത്. 14 മുതൽ 44 വരെ, 14 to 44. ഓക്കെ, അപ്പോൾ ഇതിലെ 34 to 44 പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്, റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് ആണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ക്രൈം ഈസ് ആൻ ആക്ട് ഓർ ഒമിഷൻ പ്രൊഹിബിറ്റഡ് ബൈ ലോ, ഫോർബിഡൻ ബൈ ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ക്രൈമിലെ 4 എലമെന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഹ്യൂമൻ ബീങ് ആവണം, മെൻസ് റിയ വേണം, ആക്ടസ് റിയസ് വേണം, ഇഞ്ചുറി വേണം. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു ക്രൈം എമൗണ്ടിയുടെ 4 പ്രധാനപ്പെട്ട എലമെന്റ്സ്. അതിൽ ഏറ്റവും മെയിൻ 2 എലമെന്റ് എന്ന് പറയുന്ന ആക്ടസ് റിയസ്, മെൻസ് റിയ. ഓക്കെ, ഇനി നമുക്ക് ജനറൽ എക്സെപ്ഷൻസ് ആണ് നോക്കാം. These provisions describe circumstances. These describe circumstances under which an act, though apparently an offense, is not considered criminal because the law recognizes a justification or excuse. എന്താണ് ആ സെൻറ്റൻസ് എന്താ പറയുന്നത്? ദീസ് പ്രൊവിഷൻസ്, ഈ ജനറൽ എക്സെപ്ഷൻസിലെ പ്രൊവിഷൻസ് എന്താണ്? ഡിസ്ക്രൈബ് സർക്കംസ്റ്റാൻസസ്. ഈ ജനറൽ എക്സെപ്ഷൻസ് ചേട്ടൻ സർക്കംസ്റ്റാൻസുകൾ പറയുന്നുണ്ട്. അണ്ടർ വിച്ച് ആൻ ആക്ട്, ആ സർക്കംസ്റ്റാൻസിൽ ആക്ട് ഓൾറെഡി ഒരു ക്രൈമാണ്, though it is an offense, is not considered criminal. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അയൽക്കാരൻ്റെ വീട് തീ പിടിച്ച് നിൽക്കുന്ന വീട് ഞാൻ ഇടിച്ചു പൊളിച്ചു, ഇല്ലേ? അവിടെ ഞാൻ ചെയ്ത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ബട്ട് അതൊരു ജനറൽ എക്സെപ്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് എനിക്കവിടെ ക്രിമിനൽ ലയബിലിറ്റി കിട്ടുന്നില്ല. അതാണ് ജനറൽ എക്സെപ്ഷൻ. ആ വാക്ക് ജനറൽ എക്സെപ്ഷൻ. അപ്പോൾ ഏതൊക്കെയാണ് വരുന്ന ജനറൽ എക്സെപ്ഷൻസ് എന്നുള്ളത് നോക്കാം. ഈ ജനറൽ എക്സെപ്ഷൻസ് പ്രൊവൈഡ് സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ആൻ ആക്ട് അതർവൈസ് ഡീംഡ് ക്രിമിനൽ. These provide circumstances under which act otherwise ശരിക്കും ക്രിമിനൽ ആക്ട് ആണ്, ബട്ട് മേ ബി കൺസിഡർ ലോഫുൾ ഓർ എക്സ്ക്യൂസബിൾ.
നമുക്ക് ജസ്റ്റിഫിക്കേഷൻ എന്താ, നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ആക്ട് നമ്മൾ ചെയ്തു, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ അയൽക്കാരന് തീ പിടിച്ച് നിൽക്കുന്ന വീട് ഇടിച്ച് പൊളിച്ചു, അപ്പോൾ അവൻ എനിക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കോടതി പോയി പറയാൻ പറ്റും, യുവർ ഓണർ, ഞാൻ എൻ്റെ വീട് എൻ്റെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. സോ എന്താണ്, ഞാൻ കോടതിയുടെ മുന്നിൽ എക്സ്ക്യൂസ് ചോദിക്കുകയാണ്, എന്നെ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കി തരാൻ ഞാൻ എക്സ്ക്യൂസ് ചോദിക്കുകയാണ് ഞാൻ കോടതിയുടെ മുന്നിൽ. അതാണ് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഗുഡ് ഫെയ്ത്തിലാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്, എനിക്ക് അവൻ്റെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ യാതൊരുവിധ ഉദ്ദേശമില്ല, ഒരു ഗുഡ് ഫെയ്ത്തിലൂടെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, അവിടെ എൻ്റെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ജനറൽ എക്സെപ്ഷൻ. അപ്പോൾ ജനറൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ സെക്ഷൻ 14 മുതൽ 44 സർട്ടൻ സർക്കംസ്റ്റാൻസസ് പറയുന്നുണ്ട്. ആ സർക്കംസ്റ്റാൻസസിലാണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി പെടുന്നതെങ്കിൽ, ഈ ജനറൽ എക്സെപ്ഷൻസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളിലാണ് നമ്മുടെ ആക്ടിവിറ്റി പെടുന്നെങ്കിൽ നമ്മൾ വി വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ക്രിമിനൽ ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറൽ എക്സെപ്ഷൻസ് നമുക്ക് നോക്കാം. ലിസ്റ്റഡ് ജനറൽ ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ഓഫ് ആക്ട് സെക്ഷൻസ് 14 മുതൽ 14, 17. ഓക്കെ. പിന്നെ ജുഡീഷ്യൽ ആക്ട്, ആക്സിഡൻറ്റ്, നെസസിറ്റിയിലാണ് ഞാൻ പറഞ്ഞ ആ വീട് പൊളിക്കുന്ന എക്സാമ്പിൾ, അത് നെസസിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഇൻഫാൻസി നമുക്കറിയാം, 7 വയസ്സിന് താഴെ ഒരു കുട്ടി ഒരു ആക്ട് ചെയ്തു, ഒരു ക്രിമിനൽ ആക്ട് ചെയ്തു, അത് ക്രിമിനൽ ആക്ടായിട്ട് നിലനിൽക്കില്ല. ഡോളി ഇൻ ക്യാമ്പ് ആക്ട് നമ്മൾ എൻട്രൻസിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ. പിന്നെ ഇൻസാനിറ്റി, ഓക്കെ. പിന്നെ ഡ്രങ്കണ്ണസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ ഇത്രയും കൺസെൻറ്റ്, അതുപോലെ തന്നെ കമ്പൽഷൻ, ട്രിഫിൾസ്, റൈറ്റ് പ്രൈവറ്റ് ഡിഫൻസ്, അപ്പോൾ അതിൻ്റെയൊക്കെ റെസ്പെക്റ്റീവ് സെക്ഷൻസ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ എക്സെപ്ഷൻസ് വളരെ വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ഞാനത് ചെയ്യാം. അപ്പോൾ ജനറൽ എക്സെപ്ഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ എക്സെപ്ഷൻ സർട്ടൻ സർക്കംസ്റ്റാൻസുകൾ പറയുന്നത്, ആ സർക്കംസ്റ്റാൻസിൽ പെടുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ വി വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ക്രിമിനൽ ലയബിലിറ്റി. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നോക്കാം മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് നമുക്ക് നോക്കാം. ഓക്കെ, സെക്ഷൻ 14. ഓക്കെ, സെക്ഷൻ 14 ഞാൻ പറയുന്നതിന് മുന്നേ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോവാണ്, അപ്പോൾ ചെറിയൊരു വഴിയാണ്, അപ്പോൾ ചെറിയൊരു വഴിയുടെ നേരെ ഫ്രണ്ടിൽ വലിയൊരു പെട്ടി ഇരിക്കുന്നു. ഓക്കെ, വലിയൊരു പെട്ടി ഇരിക്കുന്നു. അപ്പോൾ ഈ പെട്ടി ഞാൻ നോക്കിയപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരൻ്റെ പെട്ടിയാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശം അവൻ ഇതേപോലെ സെയിം പെട്ടിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പെട്ടിയാണെന്ന് വിചാരിച്ച്, ശരിക്കും കൂട്ടുകാരൻ്റെ പെട്ടി ആയിരുന്നില്ല കേട്ടോ, സെയിം അപ്പിയറൻസ്. അപ്പോൾ കൂട്ടുകാരൻ്റെ പെട്ടിയാണെന്ന് വിചാരിച്ച് ആ പെട്ടി ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു. നോക്കുമ്പോൾ ആ പെട്ടിയുടെ ഉള്ളിൽ കുറേ ഗ്ലാസും കൊണ്ടുള്ള കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഞാൻ മാറ്റി വെച്ചപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്ലാസ് ഐറ്റംസ് തമ്മിൽ തട്ടി പൊട്ടിപ്പോയി. ഓക്കെ, പക്ഷേ ആ പെട്ടി വേറൊരു വ്യക്തിയുടെ ആയിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഹോണസ്റ്റ് ഫെയ്ത്തിൽ അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്തിൽ ഞാൻ വിചാരിച്ചത് എൻ്റെ കൂട്ടുകാരൻ്റെ പെട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ആ പെട്ടി സൈഡിലേക്ക് മാറ്റി വെച്ചത്. പക്ഷേ എന്താണ്, അത് എൻ്റെ കൂട്ടുകാരുടെ പെട്ടി ആയിരുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ ഗുഡ് ഫെയ്ത്തിലാണ് ഞാൻ ആക്ട് ചെയ്ത്. അതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലോഫുൾ ആക്റ്റാണ് ഞാൻ ചെയ്തത് അല്ലേ, അതിന് സൈഡിലേക്ക് മാറ്റി വെക്കുന്ന ഒരു ലോഫുൾ ആക്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അത് ഒരു ഹോണസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഞാൻ വിചാരിച്ചു ആ പെട്ടി എൻ്റെ കൂട്ടുകാരെ, അപ്പോൾ ഹോണസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചെയ്തതെങ്കിൽ ഇവിടെ ഞാൻ ആ പെട്ടി മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ ഉള്ള ഗ്ലാസ് വാല്യുബിൾ ആയിട്ടുള്ള ഗ്ലാസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം പൊട്ടിപ്പോയെങ്കിൽ അവിടെ എനിക്ക് ക്രിമിനൽ ലയബിലിറ്റി കിട്ടില്ല. ഓക്കെ, സോ ഐ ഹാവ് ഇമ്മ്യൂണിറ്റി അണ്ടർ സെക്ഷൻ 14. ഓക്കെ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഓക്കെ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. അപ്പോൾ ഇതാണ് ഈ സെക്ഷൻ 14 പറയുന്നത്. അണ്ടർ സെക്ഷൻ 14, ഇഫ് എ പേഴ്സൺ ഡസ് ആൻ ആക്ട് അണ്ടർ ആൻ ഹോണസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഇവിടെ നേരത്തെ ഞാൻ ആ പെട്ടി എൻ്റെ കൂട്ടുകാരൻ്റെ ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ വിചാരിച്ചു പോയി, കാരണം അവനും സെയിം തരത്തിലൊരു പെട്ടിയുണ്ട്. ഓക്കെ, ഹോണസ്റ്റ് മിസ്റ്റേക്ക് ആൻഡ് ദ മിസ്റ്റേക്ക് ഇഫ് ട്രൂ വുഡ് ഹാവ് മെയ്ഡ് ദ ആക്ട് ലോഫുൾ ദെൻ ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ക്രിമിനലി ലയബിൾ ഫോർ ദ ആക്ട്. ഹോണസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഉണ്ട്, അതുപോലെ തന്നെ ആ ആക്ട് ലോഫുള്ളാണ്, ഞാനാണ് സൈഡിലേക്ക് മാറ്റി വെച്ച ആക്ട് ലോഫുള്ളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്രിമിനൽ ലയബിലിറ്റി കിട്ടില്ല. അതാണ് സെക്ഷൻ 14 പറയുന്നത്. ഈ സെക്ഷൻ 14 പഠിക്കുമ്പോൾ വേറെ 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ 2 പ്രധാനപ്പെട്ട മാക്സിംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ് ആൻഡ് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതാണ് എന്ത് പറയുന്നത്, ഇഗ്നോറൻഷ്യ ജൂറിസ് എക്സ്ക്യൂസാറ്റ്. ജൂറിസ് എന്ന് പറഞ്ഞാൽ ലോയാണ്. ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് എക്സ്ക്യൂസാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് ഈസ് ആൻ എക്സ്ക്യൂസ്. ഒരു ഫാക്ട് നമുക്ക് അറിയില്ല എന്നുള്ളതൊരു എക്സ്ക്യൂസാണ്. പക്ഷേ നിയമം അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു എക്സ്ക്യൂസ് അല്ല. അതാണ് ഈ 2 പ്രധാന, ഈ സെക്ഷൻ 14 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട മാക്സിംസ് ആണ്. ഇഗ്നോറൻഷ്യ ഫാക്ട് എക്സ്ക്യൂസാറ്റും ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ. അതായത് ഇഗ്നോറൻഷ്യ ഫാക്ട് മീൻസ്
Ignorance of fact is an excuse. This principle provides a defense for individuals who may have caused harm due to lack of knowledge or information. ലാക്ക് ഓഫ് നോളേജ് കൊണ്ട് ഫാക്റ്റ് കൊണ്ടുള്ള തെറ്റുകൊണ്ട് വേറൊരാൾക്കാരെ ഹാം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെക്ഷൻ 14 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറൽ എക്സെപ്ഷൻ ആയിട്ട് ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് ഒഴിവാവാൻ നമുക്ക്. അപ്പോൾ അതാണ് ഈ സെക്ഷൻ 14 പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട അപ്പോൾ ഈ സെക്ഷൻ മറ്റേ ഇഗ്നോറൻസ് ഓഫ് ഫാക്റ്റ് നോൺ എക്സ്ക്യൂസാൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ കണ്ടത്. ഇഫ് എ പേഴ്സൺ ഡ്രൈവിംഗ് എ കാർ accidentally hit a pedestrian who suddenly ran into the road, driver may able to use ignorance of fact excuse ആയിട്ട്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ റോഡിന് കുറുകെ ചാടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? അയാൾക്ക് പറയാൻ പറ്റും അയാളത് വന്നത് കണ്ടില്ല എന്ന് പറയാൻ പറ്റും. സോ ഇഗ്നോറൻസ് ഓഫ് ഫാക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിച്ചെടുക്കാൻ പറ്റും. അതൊരു ഇഗ്നോറൻസ് ഫാക്റ്റ് നോൺ ഇഗ്നോറൻസ് ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നിയമം അറിയില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസേ അല്ല. നമ്മളൊരു രാജ്യത്തൊരു നിയമം പാസ്സായിട്ടുണ്ട്, ആ നിയമം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. നിയമം അറിഞ്ഞിരിക്കരുത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെവർ, അതൊരു എക്സ്ക്യൂസേ അല്ല. ഓക്കെ, അതാണ് ഇത് പറയുന്നത്. ഓക്കെ, ദിസ് പ്രിൻസിപ്പിൾ പ്ലേസസ് എ റെസ്പോൺസിബിലിറ്റി ഓൺ ഇൻഡിവിജ്വൽസ് ടു നോ ആൻഡ് ഫോളോ ദ ലോ റിഗാർഡ്ലെസ് വെദർ ദേ വർ അവെയർ ഓഫ് ലോ. ഒരു നിയമം ഈ രാജ്യത്ത് പാസ്സായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വി ആർ ഡീംഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കത് പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ഒരു നിയമം അറിഞ്ഞിരിക്കുക, നമ്മൾ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു. ഓക്കെ, ഇപ്പോൾ കഞ്ചാവ് ഞാൻ കടത്തി, എനിക്ക് അറിയണ്ടായിരുന്നില്ല കഞ്ചാവ് കൈവശം വയ്ക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന്. ഓക്കെ, എനിക്കത് കോടതി പറയാൻ പറ്റുമോ? യുവർ ഓണർ, എനിക്ക് കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധം അറിയാൻ പറ്റില്ലെന്ന് പറയാം. അപ്പോൾ കോടതി തിരിച്ചു പറയും ഇഗ്നോറൻസ് ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആയിട്ട്. അല്ലേ, നമ്മൾ എന്ത് നിയമം നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. നിയമം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സ്ക്യൂസ് ആയിട്ട് ചോദിക്കാം. പക്ഷേ ഇഗ്നോറൻസ് എ ഫാക്റ്റ് നോൺ എക്സ്ക്യൂസ് ആയിട്ട് ഇല്ലേ? ഒരു ഫാക്റ്റ് അറിയില്ലെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ്ക്യൂസ് നമുക്ക് ചോദിക്കാൻ പറ്റും. നമുക്ക് ഓക്കെ, വി ക്യാൻ ബി അവോയ്ഡ് ഫ്രം ക്രിമിനൽ ലയബിലിറ്റി. അപ്പോൾ ഇഗ്നോറൻസ് ഓഫ് ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ കനോട്ട് അവോയ്ഡ് ലയബിലിറ്റി ബൈ ക്ലെയിമിംഗ് ദാറ്റ് ദേ ഡു നോട്ട് ലോ. ഒരിക്കലും ലയബിലിറ്റി നിയമം അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒഴിവാവാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ സെക്ഷൻ 14 നമുക്ക് പറയുന്നത്. ഇനി സെക്ഷൻ 14 വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ്. ഓക്കെ, ഈ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MH ജോർജ് എന്ന് പറഞ്ഞ പാസഞ്ചർ സൂറിച്ചിൽ നിന്ന് മനിലേക്ക് ഒരു സ്വിസ് പ്ലെയിനിൽ അയാൾ വരികയായിരുന്നു. ഈ MH ജോർജ്. ഓക്കെ, MH ജോർജ് വരികയായിരുന്നു. അപ്പോൾ ഈ MH ജോർജിൻ്റെ കയ്യിൽ when the plane landed on at airport in Bombay, it was found on a search that the accused was still sitting in the plane carried 34 gold bars. അപ്പോൾ ഈ MH ജോർജ് എന്ത് ചെയ്തു? സൂറിച്ചിൽ നിന്ന് മനിയിലേക്ക് വരികയായിരുന്നു. ഓക്കെ, മനിയിലേക്ക് വരിക സ്വിസ് പ്ലെയിനിൽ വന്നതാണ്. അപ്പോൾ അത് ബോംബെയിൽ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവിടെ കസ്റ്റംസ് ചെക്ക് ചെയ്തപ്പോൾ ഈ MH ജോർജിൻ്റെ കയ്യിൽ 34 ഗോൾഡ് ബാർസ് അയാളുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 34 ഗോൾഡ് ബാർസ് കയ്യിൽ വെക്കുന്നുണ്ട് ഇയാളെ എവിടെയും. അതാണ് ഇറ്റ് വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദ മാനിഫെസ്റ്റ്. ഈ 34 ഗോൾഡ് ബാർസ് അതിൽ കയ്യിലുണ്ടെന്ന് അയാളെ എവിടെയും ഡിസ്ക്ലോസ് ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? അയാളെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്തു? അയാളെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് അയാളെ എന്ത് ചെയ്തു? പണിഷ് ചെയ്തു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? കോടതിയിൽ പോയിട്ട് നമ്മുടെ പ്ലീഡ് ചെയ്തു, സാർ ഇങ്ങനൊരു നിയമം വന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ കോടതി എന്ത് പറഞ്ഞു? ദ പ്ലീ ഓഫ് ഇഗ്നോറൻസ് ഓഫ് ലോ. ഒരിക്കലും ഒരു നിയമം അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് കോടതി എന്ത് ചെയ്തു? അയാൾ ചോദിച്ചു ഞാൻ ഈ നിയമം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്നെ ഈ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു പറ്റില്ല. കോടതി റിജക്റ്റഡ് ദാറ്റ് പ്ലീ. സുപ്രീം കോടതി റിജക്റ്റഡ് ദാറ്റ് പ്ലീ ഓഫ് ഇഗ്നോറൻസ് ഓഫ് ലോ. ഓക്കെ, ഇഗ്നോറൻസ് ഓഫ് ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് വളരെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് കേസാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കേസാണ് R വേഴ്സസ് പ്രിൻസ്. ഈ R വേഴ്സസ് പ്രിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 വയസ്സിന് താഴെയുള്ള ഒരു അൺമാരീഡ് ആയിട്ടൊരു ഗേളിനെ എന്ത് ചെയ്തു? ഗാർഡിയൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഓക്കെ, ഇംഗ്ലണ്ടിലെ കഥയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആസ് പെർ സെക്ഷൻ 55 ഓഫ് ഒഫൻസസ് അഗെയിൻസ്റ്റ് പേഴ്സൺസ് ആക്ട് പ്രകാരം 16 വയസ്സിന് താഴെയുള്ള ഒരു അൺമാരീഡ് ആയിട്ടൊരു ഗേളിനെ ആ ഗാർഡിയൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരു പണിഷബിൾ ഒഫൻസാണ്. ഓക്കെ, ഈ പ്രിൻസ് എന്ത് ചെയ്തു? പ്രിൻസ് ഒരു പെൺകുട്ടീനെ 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടീനെ എന്ത് ചെയ്തു? ആ പെൺകുട്ടിക്ക് 16 വയസ്സിന് മേളിലാണ് പ്രായം എന്ന് വിശ്വസിച്ച്. ഓക്കെ, ഹി ബിലീവ്ഡ് ദാറ്റ് പേഴ്സൺ ഈസ് ദാറ്റ് ഗേൾ ഈസ് എബവ് 16 years എബവ് ഏജ്. ബട്ട് ആ പെൺകുട്ടി 16 വയസ്സിന് താഴെ ഇരുന്നിട്ട് ആ പെൺകുട്ടീനെ എന്ത് ചെയ്തു? ഇയാൾ എന്ത് ചെയ്തു? ആ പാരൻസിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കൊണ്ടുപോയി. ഓക്കെ, ഇൻ ദിസ് കേസ് ഹി ഡിഡ് നോട്ട് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ബിക്കോസ്
ഈ ഫെയിൽ ടു മേക്ക് എൻക്വയറീസ് ടു ഫൈൻഡ് ദ ആക്ച്വൽ ഏജ് ഓഫ് ദ ഗേൾ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ അയാൾ ആ പെൺകുട്ടിയുടെ ആക്ച്വൽ ഏജ് എന്താണെന്ന് അറിയാനുള്ള ഒരു എഫേർട്ടും എടുത്തിട്ടില്ല. ഓക്കെ, ഒരു എഫേർട്ടും എടുത്തിട്ടില്ല. അപ്പോൾ കോടതി എന്ത് ചെയ്തു, ഹി വാസ് കൺവിക്റ്റഡ് ഫോർ കിഡ്നാപ്പിംഗ് ഈവൻ ദോ ദ പ്ലീ ഓഫ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വാസ് റേസ്ഡ്. ഇവിടെ പ്രിൻസ് പറഞ്ഞു ആ പെൺകുട്ടി 16 വയസ്സിന് താഴെയാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിക്ക് 16 വയസ്സിന് മേളിലാണെന്ന് വിചാരിച്ചാണ് ആ പാരൻസിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഞാൻ കൊണ്ടുപോയത് എന്ന് കോടതിയിൽ പറഞ്ഞു. പക്ഷേ കോടതി പറഞ്ഞു നീ ആ പെൺകുട്ടിയുടെ ഏജ് തിരിച്ചറിയാൻ നീ, അല്ലെങ്കിൽ ഏജ് മനസ്സിലാക്കിയെടുക്കാൻ നീ എന്തെങ്കിലും എഫേർട്ട് എടുത്തോ, അപ്പം നിനക്ക് എന്ത് ചെയ്യും. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, കോടതി പറഞ്ഞു, കോർട്ട് എന്ത് ചെയ്തു, ആ പ്രിൻസിനെ എന്ത് ചെയ്തു, കിഡ്നാപ്പിങ്ങിനെ കൺവിക്റ്റ് ചെയ്തു. ഓക്കെ, ഈവൻ ദോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സെക്ഷൻ 14 പ്രകാരം നമുക്ക് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൻ്റെ പ്രകാരമാണ് നമ്മൾ ക്രിമിനൽ ആക്ട് ചെയ്താൽ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ വഴി നമുക്ക് ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാം എന്ന് പറഞ്ഞു. ബട്ട് ഇവിടെ എന്ത് ചെയ്തു, കോടതി എന്ത് ചെയ്തു, ആ പ്ലീ റിജക്റ്റ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്, അവൻ ആ പെൺകുട്ടിയുടെ ആക്ച്വൽ ഏജ് മനസ്സിലാക്കിയെടുക്കാനുള്ള എഫേർട്ട് എടുത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെക്ഷൻ 14 പറയുന്ന മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മാക്സ് ഇഗ്നോറൻസ് ഓഫ് ഫാക്റ്റ് എക്സ്ക്യൂസ് ആണ്. ഇഗ്നോറൻസ് ഓഫ് ഫാക്റ്റ് ഈസ് ആൻ എക്സ്ക്യൂസ്, ബട്ട് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഒരു നിയമം അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്രിമിനൽ ലയബിലിറ്റി ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ കിട്ടത്തേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ജനറൽ എക്സെപ്ഷൻസിൻ്റെ സെക്ഷൻ 14 എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞത് വലിയ ടോപ്പിക്കാണ്, ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സെക്ഷൻ 14 ഇനി ആരും മറക്കരുത്. സെക്ഷൻ 14 എന്താ പറയുന്നത്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. നമുക്ക് ജനറൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പല സെക്ഷനുകളായി കുറച്ച് സർക്കംസ്റ്റാൻസുകൾ പറയുന്നുണ്ട്. ആ സർക്കംസ്റ്റാൻസിൽ പെടുന്ന ഒരു ആക്ട്, ഒരു ക്രിമിനൽ ആക്റ്റാണ് നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കോടതി പോയി നമുക്ക് എക്സെപ്ഷൻ ചോദിക്കാൻ പറ്റും. ക്രിമിനൽ ലയബിലിറ്റി എന്നെ ഒഴിവാക്കി തരണം എന്ന് നമുക്ക് എക്സെപ്ഷൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ജനറൽ എക്സെപ്ഷൻസിൻ്റെ ഇനീഷ്യൽ ഭാഗങ്ങൾ. പറഞ്ഞ് നമ്മൾ ഇനി കൂടി ഇതിൻ്റെ ബാക്കിയുള്ള സെക്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ഹെൽപ്ഫുൾ ആൻഡ് ഉറപ്പായിട്ട് സപ്പോർട്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.